പ്രണയം എപ്പോഴും സൗമ്യമല്ല, ചിലപ്പോൾ അത് തെറ്റിദ്ധാരണകളിൽ നിന്നും ജനിക്കും. വെൽക്കം ടു സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 2. ദക്ഷ് മഹേന്ദ്ര. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ബിസിനസ് ലോകത്ത് ഒരു നിശബ്ദ ഭയം പരക്കും. പെൺകുട്ടികളോട് യാതൊരു ഇഷ്ടവുമില്ലാത്തവൻ, ഇമോഷൻസ് എന്ന വാക്ക് ജീവിതത്തിൽ ഇല്ലാത്തവൻ. ബിസിനസ്സിൽ അവൻ ഒരു രാക്ഷസനാണ്, തൻ്റെ എതിരാളികളെ തകർത്ത് കീഴടക്കുന്നവൻ. അവൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാൾ, ആദിത്യ. സുഹൃത്ത് മാത്രമല്ല, അവൻ്റെ നിഴൽ പോലെയുള്ളവൻ. ദക്ഷ് മഹേന്ദ്രയുടെ ജനനം തന്നെ ഒരു നഷ്ടത്തിൻ്റെ തുടക്കമായിരുന്നു. അവൻ ഈ ലോകത്തെത്തുമ്പോഴേക്കും അവൻ്റെ അമ്മ അവനെ വിട്ടു പോയിരുന്നു. ബന്ധുക്കളുടെ നിർബന്ധത്തിൽ അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചെങ്കിലും പുതിയ അമ്മയുടെ ഹൃദയത്തിൽ ദക്ഷിനൊരിക്കലും ഒരു സ്ഥാനം ലഭിച്ചില്ല. അവർക്ക് അവനോടുണ്ടായിരുന്നത് സ്നേഹമല്ല, അവൻ്റെ അമ്മയുടെ സ്വത്തുക്കളോടുള്ള ആഗ്രഹം മാത്രമായിരുന്നു. അവഗണനയും ഒറ്റപ്പെടലും ആയ ബാല്യം. പിന്നീട് ദക്ഷ് തൻ്റെ ജീവിതം സ്വയം പണിതുയർത്തി. ഡൽഹിയിലെ തിരക്കേറിയ നഗരത്തിലാണ് അവൻ വളർന്നത്, പഠിച്ചത്, പിന്നെ തൻ്റെ സ്വന്തം ബിസിനസ് സാമ്രാജ്യം നിർമ്മിച്ചതും. എങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഒരിടം മാത്രം ഒരിക്കലും മാറിയില്ല, നാട്ടിലെ മുത്തശ്ശി. അവർ മാത്രമായിരുന്നു അവൻ്റെ യഥാർത്ഥ അടുപ്പം, അവൻ്റെ ആശ്വാസം. ഒരു വൈകുന്നേരം കമ്പനിയിലെ തിരക്കേറിയ ജോലി കഴിഞ്ഞ് DK മാൻഷനിൽ എത്തിയപ്പോൾ അവനെ വരവേറ്റത് ഒരു ശാന്തതയല്ല, മറിച്ച് മുത്തശ്ശിയുടെ ഒരു ഫോൺ കോളായിരുന്നു. മുത്തശ്ശിയുടെ പരിഭവം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ അവൻ അവഗണിക്കാൻ കഴിഞ്ഞില്ല. മുത്തശ്ശിൻ്റെ മരണത്തിനു ശേഷം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആ തറവാട്ടിലേക്ക് പോകേണ്ട സമയമെത്തിയെന്ന് അവൻ മനസ്സിലാക്കി. ഇപ്രാവശ്യം ഞാൻ വരും, അവർക്ക് നൽകിയ വാക്കിൽ ദക്ഷ് തൻ്റെ വ്യാപാര കാര്യങ്ങളെല്ലാം വിശ്വസ്തനായ മാനേജർ മെഹ്തയുടെ കൈകളിൽ ഏൽപ്പിച്ച് ദക്ഷും ആദ്യം തൻ്റെ വേരുകൾ നിൽക്കുന്ന ചന്ദ്രമംഗലത്തേക്ക് യാത്രയായി. ഒരു മടങ്ങിവരവ് മാത്രമല്ല, മറിച്ച് അവൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരുന്നു. ആദിത്യനെ മെഹ്ത വിളിച്ചു. അവരുടെ ബിസിനസ് പാർട്ണറുടെ മകൻ്റെ വിവാഹ ചടങ്ങ് ഓർമ്മിപ്പിച്ചു. ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ദക്ഷും ആദിത്യനും തീരുമാനിച്ചു. അതിലുപരി തൻ്റെ ബിസിനസ് കേരളത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി ദക്ഷിന് ഈ പരിപാടി ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. ദക്ഷും ആദിത്യനും ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കെത്തി. ദക്ഷ് വെളുത്ത നിറത്തിലുള്ള ഒരു ക്ലീൻ ക്രിസ്പ് കാഷ്വൽ ഷർട്ട്, കൈമുട്ട് വരെ സ്ലീവുകൾ ഒന്ന് മടക്കി വെച്ചത് അവൻ്റെ മാസ് ലുക്കിനെ കൂടി ഹൈലൈറ്റ് ചെയ്തു. അതിനൊപ്പം ഡാർക്ക് ബ്ലാക്ക് ജീൻസ്, സിമ്പിൾ വാച്ച്, ബ്ലാക്ക് ഷൂസ്, എല്ലാം ചേർന്ന് ഒരു എലഗൻ വൈബ്. വെളുത്ത ഷർട്ടിൽ അവൻ്റെ ആത്മവിശ്വാസം തന്നെ എടുത്തെറിയും. ആദിത്യൻ ലൈറ്റ് ബ്ലൂ കളറിലുള്ള സോഫ്റ്റ് കാഷ്വൽ ഷർട്ട്, ചെറിയ ഫിറ്റുള്ളത്, അതിനൊപ്പം ലൈറ്റ് ഗ്രേ ജീൻസ്, കയ്യിലൊരു ക്ലാസിക് വാച്ച്, ലളിതമായ സ്റ്റൈൽ. ഹാളിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ പാർട്ട്നേഴ്സിനൊപ്പം ചില വ്യക്തിഗതവും ബിസിനസ് കാര്യങ്ങളും അവർ സംസാരിച്ചു. അല്പസമയം കഴിഞ്ഞ് തിരക്കിൽ നിന്ന് ഒന്ന് മാറി ഭക്ഷണം കഴിക്കാനായി സ്വന്തം ടേബിളിലേക്ക് പോകാൻ ദക്ഷും ആദിത്യനും നടന്നു. അതേസമയം എതിർവശത്തെ രണ്ട് കൈകളിലും ജ്യൂസ് ഗ്ലാസുകൾ പിടിച്ചു വരികയായിരുന്ന വേദയ്ക്ക് അവർ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ ദക്ഷിനെ തട്ടി. വേദയുടെ കയ്യിലെ ജ്യൂസ് ഗ്ലാസ് ദക്ഷിൻ്റെ ഷർട്ടിലേക്ക് ചിതറി വീണു. ആദ്യമേ ഷർട്ടിൽ ജ്യൂസ് വീണ് കറയുണ്ടായി, പിന്നെ അതിന് കാരണം ഒരു പെൺകുട്ടിയാണെന്ന കാര്യം. ദക്ഷിൻ്റെ കോപം പൊട്ടിത്തെറിക്കാൻ മതിയായിരുന്നു. ദക്ഷ് ദേഷ്യം കൊണ്ട് വിറച്ചു. ആദ്യം ഒന്ന് ഭയന്ന വേദ. അവൻ കടുത്ത സ്വരത്തിൽ സംസാരിക്കുന്നത് കേട്ടതോടെ അവളുടെ നിയന്ത്രണം വിട്ടു. നോക്കി നടക്കാൻ പറ്റില്ലേ? ദക്ഷ് കടുത്ത സ്വരത്തിൽ ചോദിച്ചു. നിങ്ങൾക്ക് നോക്കാമായിരുന്നില്ലേ? എല്ലാം എൻ്റെ തെറ്റാണോ? വേദയും പിന്നോട്ടില്ലാതെ മറുപടി നൽകി. രണ്ടുപേരും തമ്മിലുള്ള വാക്കേറ്റം നിമിഷങ്ങൾക്കകം കനത്തു. ഹാളിലുണ്ടായിരുന്ന ചിലരുടെ ശ്രദ്ധ പോലും അവിടേക്കെത്തി. വെറും ഒരു ആക്സിഡൻ്റലായി സംഭവിച്ച കാര്യമായിരുന്നു അതെന്ന് വേദ പറയുന്നു. പക്ഷേ ദക്ഷ് ഡസൻ സീം ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ അവൾക്കല്പം നൊന്തു. എന്താണ് എന്ന് ചോദിച്ചതും അപ്പോൾ തന്നെ പിന്നിൽ നിന്നൊരു ശബ്ദം. നേഹ, ദക്ഷിൻ്റെ കസിൻ. ചിലർക്ക് ഇങ്ങനെ ശ്രദ്ധ നേടാൻ ഇഷ്ടമാണ്. ആ വാക്കുകൾ വായുവിൽ പതിഞ്ഞു. വേദയുടെ കണ്ണുകൾ അവളിലേക്ക് തിരിഞ്ഞു. നീ എന്താണ് പറഞ്ഞത്? വാക്കുകൾ ഏറ്റുമുട്ടുമ്പോൾ ദക്ഷ് ഒരു നിമിഷം വേദയെ നോക്കി. അവളുടെ കോപം, അവളുടെ ആത്മവിശ്വാസം അവൻ ശ്രദ്ധിച്ചു. പക്ഷേ അവൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഷീ മൈ ബി റൈറ്റ്. ആ വാക്ക്, അത് വേദയുടെ സഹനത്തിനെതിരായി. അവൾ തൻ്റെ ട്രേ പതുക്കെ താഴെ വെച്ചു. നിങ്ങൾക്ക് മാനേജിലെന്ന് തോന്നുന്നു. വേദയുടെ കണ്ണുകൾ ചുരുങ്ങി. ആൻഡ് യു സീം ടു എൻജോയ് ക്രിയേറ്റിംഗ് സീൻസ്, അവൻ പറഞ്ഞു. ദക്ഷ് പരിഹാസത്തോടെ. സീൻ ഞാൻ ഉണ്ടാക്കിയതല്ല, നിങ്ങളാണ് ഓവർ ആക്ട് ചെയ്യുന്നത്. അഹങ്കാരവും ആത്മവിശ്വാസവും. പീപ്പിൾ ലൈക്ക് യു ഓൾവേസ് ഹാവ് ആൻ എക്സ്ക്യൂസ്, ദക്ഷ് പറഞ്ഞു. പീപ്പിൾ ലൈക്ക് യു ഓൾവേസ് ഹാവ് ആൻ ഈഗോ, വേദ ഉടൻ മറുപടി നൽകി. ആ നിമിഷം ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം മങ്ങിയ പോലെ തോന്നി. അവർക്കിടയിൽ മാത്രം ടെൻഷൻ. ആദിത്യൻ അവർക്കിടയിൽ വരാൻ ശ്രമിച്ചു. ഗായ്സ്, ലെറ്റ്സ് ജസ്റ്റ് സ്റ്റേ ഔട്ട് ഓഫ് ദിസ്. ഇരുവരുടെയും ശബ്ദം ഒരുമിച്ച്. ഹൃദയത്തെ തൊടുന്ന വാക്കുകൾ. വേദയുടെ ശബ്ദം ഇപ്പോഴാണ് ശാന്തമായത്, പക്ഷേ അതിൽ വേദനയുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു തെറ്റായ ധാരണയുണ്ട്, നിങ്ങൾ സുപ്പീരിയർ ആണെന്ന്. ദക്ഷിൻ്റെ മുഖം കടുപ്പമായി. മേ ബി ഐ ജസ്റ്റ് നോ മൈ സ്റ്റാൻഡേർഡ്സ്. വേദയുടെ കണ്ണുകളിൽ തീ തെളിഞ്ഞു. സ്റ്റാൻഡേർഡ്സ് അല്ല, അഹങ്കാരം. അവൾ തിരിഞ്ഞു നടന്നു. അഞ്ജലി അവളുടെ പിന്നാലെ ഓടി. ദാറ്റ് വാസ് ഇൻറ്റൻസ്. വേദ ഒന്നും പറഞ്ഞില്ല, പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം. അവനെ ഞാൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ദക്ഷിൻ്റെ കണ്ണുകൾ അവിടെ തന്നെയായിരുന്നു. ആദിത്യൻ അവനെ നോക്കി ചിരിച്ചു. ഇൻട്രസ്റ്റിംഗ് ഗേൾ, ഷീ ഈസ് റൂഡ്.
ദക്ഷ് മറുപടി നൽകി. ആദ്യം ഒരു താളത്തിൽ പറഞ്ഞു, ഓ മേ ബി ഷീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഡിഡ്ന്റ് കെയർ ഹു യു ആർ. ആ വാക്കുകൾ ദക്ഷിൻ്റെ മനസ്സിൽ പതിഞ്ഞു. ആദ്യമായി ആരെങ്കിലും അവനെ ചോദ്യം ചെയ്തു. ആദ്യമായി അവൻ ആരെയോ വീണ്ടും കാണണമെന്ന് തോന്നി.